ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറേ സ്പീക്കർ ഐറ്റംസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വന്നതുകൊണ്ട് നിലവിൽ നമ്മുടെ കടയിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാ മോഡൽസും ഒന്ന് കാണിക്കാം. അപ്പോൾ കുറേ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഹോം തിയേറ്റർ ഐറ്റംസ് ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ ഞാനത് ഇതുവരെ കാണിച്ചില്ല. അപ്പോൾ കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹോം തിയേറ്റേഴ്സ് ഒന്നും നമ്മൾ ഒരുപാട് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യാറില്ല, ഒത്തിരി മോഡൽസ് ഒന്നും സ്റ്റോക്ക് ചെയ്യാറില്ല. കാരണം അതിന് അത്ര ഒരു ചിലവൊന്നും ഇല്ല. ഇപ്പം മൂവിങ് വളരെ കുറവാണ്. ഇപ്പം മൂവിങ് ഉണ്ടെങ്കിൽ തന്നെ 2.1 ഒക്കെയാണ് കൂടുതലും പോകുന്നത്. 5.1 ബാർ സ്പീക്കർ അങ്ങനത്തെ വലിയ വലിയ മോഡൽസിനൊക്കെ മൂവിങ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും സ്റ്റോക്ക് ചെയ്യാറില്ല. എങ്കിലും ഇപ്പം നമ്മുടെ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഹോം തിയേറ്റർ ഐറ്റംസ് കാണിക്കാം. അപ്പോൾ ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് സ്പീക്കർ മോഡൽസും കൂടെ വന്നിട്ടുണ്ട്. സ്പീക്കർ ബോക്സുകളാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഇത് കണ്ടോ, 8 ഇഞ്ചിൻ്റെ സ്പീക്കർ ബോക്സ് ആണ്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിനകത്ത് 8 ഇഞ്ചിൻ്റെ വൂഫർ 2 ബോക്സാണിത്. 2 ബോക്സിൻ്റെ ഒരു പായ്ക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ 8 ഇഞ്ചിൻ്റെ വൂഫറും ഉണ്ട്, ട്യൂട്ടറും ഉണ്ട്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു ബോക്സ് ഒരു 100 വാട്ട്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ 2 ബോക്സാണ് വരുന്നത്. അപ്പോൾ ഈ സ്പീക്കർ ബോക്സിൻ്റെ മെറ്റീരിയൽ തടി എന്ന് പറയുന്ന നോ പാനലാണ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു എല്ലാം പൊട്ടിച്ച് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പൊട്ടിച്ച് കാണിച്ചിട്ട് പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് മെനക്കെട്ട പണിയാണ്. തന്നെയല്ല, നമ്മളിത് എടുത്തേച്ച് വീണ്ടും പാക്ക് ചെയ്യുമ്പം ഈ ഒരു ഫിനിഷിങ്ങിൽ പാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഒരുപാട് ടൈമും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തെടുത്ത് കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ കവറിൻ്റെ പുറത്ത് കാണുന്നില്ലേ, ഈ പിക്ചറിൽ കാണുന്ന സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഈ കവറിനകത്തും വരുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ 2 ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇതിന് വില വരുന്നത് ഒരു സെറ്റിന് ഒരു പെയറിന് വരുന്നത് 3500 രൂപയാണ്. പിന്നെ നമുക്ക് ചെറിയ സ്പീക്കർ സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പീക്കറുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഹോം ആംപ്ലിഫയറിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്പീക്കറുകളാണ്. ഇത് 3 ഇഞ്ചിൻ്റെ സ്പീക്കർ ബോക്സിൻ്റെ സെറ്റാണ് വന്നിരിക്കുന്നത്. ഇതൊരു 5 വാട്ടൊക്കെ ഉണ്ടാവും. ഇതിന് പെയറിന് വരുന്നത് 800 രൂപയാണ്. 2 എണ്ണത്തിന് 800 രൂപയാണ് വില. 5 വാട്ടിൻ്റെയാണ്. ഇത് നമുക്ക് ഹോം തിയേറ്ററിനും സ്പീക്കർ കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സാറ്റലൈറ്റ് സ്പീക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 3 ഇഞ്ചിൻ്റെ. പിന്നെ ഈ ഒരെണ്ണം ഉണ്ടല്ലോ, ഇത് 4 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. 4 ഇഞ്ചിൻ്റെ 2 എണ്ണത്തിൻ്റെ ഒരു ബോക്സാണിത്, ഒരു പെയർ. അപ്പോൾ ഇത് ഒരു ബോക്സ് എന്ന് പറയുന്നത് ഒരു 10 വാട്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഇതിന് വില വരുന്നത് 2 എണ്ണം 950 രൂപ. പിന്നെ നമുക്ക് വരുന്നത് ഇത് 5 ഇഞ്ചിൻ്റെ. അപ്പോൾ ഇത് 3 ഇഞ്ച്, ഇത് 4 ഇഞ്ച്, ഇത് 5 ഇഞ്ച്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ എന്ന് പറയുമ്പം ഒരെണ്ണം ഒരു 20 വാട്ട്സ് ഒക്കെ അത്രയൊക്കെ പവർ കിട്ടും. ഇതും 2 ബോക്സിൻ്റെ ഒരു പെയറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ 5 ഇഞ്ചിൻ്റെ വൂഫറും ഉണ്ട്, ട്യൂട്ടറും ഉണ്ട്. അങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. എല്ലാത്തേലും ഇല്ലേ ട്യൂട്ടർ? ഇത്തലൊക്കെ ഇല്ലേ? അപ്പോൾ എല്ലാത്തേലും ഈ എല്ലാ സ്പീക്കർ ബോക്സുകളിലും ആ അളവിലുള്ള വൂഫറും ഉണ്ട്, ട്യൂട്ടറും ഉണ്ട്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ അടുത്തത് ഹോം തിയേറ്റർ. ഇത് 2.1 ആണ് സെബ്രോണിക്സിൻ്റെ. അപ്പോൾ 2.1 ഇത്തേൽ നമുക്ക് റിമോട്ട് ഉണ്ട്. അപ്പോൾ ഇതും ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഈ പിക്ചറിൽ കാണുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് പൊട്ടിച്ച് കാണിക്കാത്തത്. അല്ലാതെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിന് നമുക്ക് റിമോട്ട് അവൈലബിൾ ആണ്, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്, പിന്നെ FM ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിനൊരു സ്പെസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതിലില്ല. ജസ്റ്റ് 2.1, അതായത് ഒരു സബും 2 സ്പീക്കറും, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന് 6 മാസത്തെ വാറണ്ടി ഉണ്ട് അല്ലേ? ഇത് 6 മാസം വാറണ്ടി ഉള്ള ഒരു സെറ്റാണ്. 2.1 സെബ്രോണിക്സിൻ്റെ ഹോം തിയേറ്റർ സിസ്റ്റം. ഇനി നമുക്ക് ഇത് 5.1ൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഹോം തിയേറ്ററിനെ പറ്റിയൊക്കെ ചോദിച്ചവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് 5.1 ആണ്. അതായത് ഒരു സബ് വൂഫറും 5 സ്പീക്കറുകളുമാണ് വരുന്നത്. നമുക്ക് ഇതിന് റിമോട്ട് അവൈലബിൾ ആണ്, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 65 വാട്ട്സ് ഒക്കെ വരും. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് അല്ലെങ്കിൽ USB യൂസ് ചെയ്യാം. അതായത് 32 GB വരെ ഇവത്തേൽ സപ്പോർട്ട് ചെയ്യും. ഇതും 6 മാസത്തെ വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിനൊരു പ്രത്യേക സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ FM റേഡിയോയും ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതും 65 വാട്ട്സ് ആണ്. ഇതിന് 5000 മിച്ചമൊക്കെ റേറ്റ് ആകും. ഇതിന് 2000 സംതിങ് ആണ് റേറ്റ് വരുന്നത്.
പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 5.1-ൻ്റെ ഐബെല്ലിൻ്റെ ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇത് 2 മോഡലുണ്ട്. അപ്പോൾ 5.1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കമ്പനിയുടെ തന്നെ പല മോഡൽ കാണും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, അത്രയൊക്കെ അത് വരാറുള്ളൂ. അപ്പോൾ ഇത് ഐബെല്ലിൻ്റെ തന്നെ 2 മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രണ്ടിൽ കാണുന്നത് മനസ്സിലാകും, ആ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. രണ്ടിൻ്റെയും ആ ഒരു പുറം കാഴ്ചയിൽ തന്നെ കുറേ വ്യത്യാസമുണ്ട്. പിന്നെ സ്പീക്കറും സബിനും ഒക്കെ കുറച്ചുകൂടെ പവർ വ്യത്യാസം വരും, കുറച്ചുകൂടെ വലിപ്പം വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 6000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. ഒരു സബും 5 സ്പീക്കറും വിത്ത് റിമോട്ട്, USB മെമ്മറി കാർഡ് ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്, FM ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന് സ്പെസിഫിക് ഫങ്ഷൻസ് വരുന്നത്. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഡിസ്പ്ലേക്കൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഇതിനും റിമോട്ടുണ്ട്, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്, USB-യുടെ പോർട്ടുണ്ട്, മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ പവർ കൂടുതലുണ്ട്, വലിപ്പം കൂടുതലുണ്ട്, കാഴ്ചയ്ക്ക് ഭംഗി കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഇതിനും സബും 5 സ്പീക്കറുമാണ് വരുന്നത്, റിമോട്ടുണ്ട്. പിന്നെ ഇതിനും നമുക്ക് USB പോർട്ടുണ്ട്, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, FM ഫെസിലിറ്റി ഉണ്ട്, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്. എല്ലാം ഫങ്ഷൻസ് എല്ലാം സെയിം തന്നെ, പക്ഷേ വാട്സിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഇതിനകത്ത് കേൾക്കുന്നതിലും കുറച്ചുകൂടെ നല്ല ഇതായിട്ട് പവറിൽ ഇതിനകത്ത് നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റും. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വലുതിന് റേറ്റ് വരുന്നത് 9000 ഒക്കെ ആകും കേട്ടോ. അത്രയും റേറ്റ് ഉള്ള ഒരു മോഡലാണ്, ഏറ്റവും കൂടിയ ഒരു മോഡലാണ് ഈ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഞാൻ മിക്ക വീഡിയോയും ചെയ്യുമ്പോൾ പലരും ഇതിനോട് താല്പര്യമുള്ള പലരും ചോദിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഈ സ്പീക്കർ സിസ്റ്റം ഒന്ന് കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഇംബെക്സിൻ്റെ ബാർ സ്പീക്കറാണ്. ഒരു സബും വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ബാർ സ്പീക്കറുമാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ. ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊളുത്തിയിടാം. ഇതുണ്ട്, ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നമുക്ക് കൊളുത്തിയിടാനുള്ള ഇതുണ്ട്. നമുക്ക് ഭിത്തിയിലൊക്കെ ഇങ്ങനെ കൊളുത്തി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാർ പോലെ ഇങ്ങനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ USB പോർട്ടുണ്ട്, പിന്നെ HDMI പോർട്ടുണ്ട്, ഒപ്റ്റിക്കൽ കേബിൾ കൊടുക്കാനുള്ള പോർട്ടുണ്ട്, ഓക്സിനുള്ള പോർട്ടുണ്ട്. ഇത്രയാണ് ഇവിടത്തേൽ വരുന്നത്. ഇംബെക്സിൻ്റെ ആണ്, 1 ഇയർ വാറണ്ടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 8000 സംതിങ് ഒക്കെ ആകും കേട്ടോ. ഇതാണ് അതിൻ്റെ സബ് വരുന്നത്. പിന്നെ ഇത് ഫിലിപ്സിൻ്റെ ആണ്. ഫിലിപ്സിൻ്റെ ഒരു 5.1 ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഡിസ്പ്ലേക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതും റിമോട്ടുള്ളതാണ്, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്, FM ഉണ്ട്. ഇതിനും അത് എല്ലാ ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇതിനും ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് സാധാരണ എല്ലാ ഹോം തിയേറ്ററിനുള്ള പോലെ തന്നെ എല്ലാവിധ ഫെസിലിറ്റിയും ഉണ്ട്, 1 ഇയർ വാറണ്ടി കിട്ടുന്നതാണ്. പിന്നെ ഇതിനും ഒരു 8000 സംതിങ് ഒക്കെ റേറ്റ് ആവും. നല്ല പവറുള്ള ഹോം തിയേറ്ററാണ് ഇതും. അതുപോലെ തന്നെ നമ്മുടെ ഐബെല്ലിൻ്റെ ഹോം തിയേറ്ററിനും 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. സെബ്രോണിക്സിന് 6 months ആണ് വാറണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന കുറേ പ്രോഡക്ട്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.